വിമാന ദുരന്തവും യമൻ കേസും വാർത്തയെ പരുവപ്പെടുത്തുന്നത് ഇങ്ങനെ. ഇസ്രായേലിൻ്റെ മാധ്യമ സ്വാധീനം കുറയുകയാണ്. ഫ്രാൻസിസ്ക ആൽബനീസും അക്രമി രാഷ്ട്രങ്ങളും. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. വാർത്ത എങ്ങനെ അവതരിപ്പിക്കാം? ഒരു സംഭവത്തെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഏത് കാഴ്ചപ്പാടിൽ കാണാം, ഏത് കോണിലൂടെ ഫ്രെയിം ചെയ്യാം? വാർത്ത എന്ന ഉൽപ്പന്നത്തെ എങ്ങനെ പൊതിഞ്ഞാണ് വായനക്കാരന് അല്ലെങ്കിൽ പ്രേക്ഷകന് നൽകേണ്ടത്? വാർത്ത എന്ന ഉൽപ്പന്നത്തോളം പ്രധാനമാണ് അത് പൊതിഞ്ഞു കൊടുക്കുന്ന റാപ്പർ എന്നർത്ഥം. മെയ് 12 നടന്ന അഹമ്മദാബാദ് വിമാന ദുരന്തം ഒരൊറ്റ തരത്തിലേ അവതരിപ്പിക്കാനുള്ളൂ, ദുരന്തമായിട്ട്. എന്താണ് സംഭവം, എത്ര മരണം തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ. തലക്കെട്ടുകളിലെ സമാനത യാദൃച്ഛികമല്ല എന്നർത്ഥം. ആകാശ ദുരന്തത്തെ അങ്ങനെയല്ലാതെ അവതരിപ്പിക്കാനാകില്ലല്ലോ. മറ്റൊരു തരം ഫ്രെയിമിങ്ങിനും പഴുതില്ല. സംഭവം എന്ത് എന്നതിൽ നിന്ന് വാർത്തയുടെ മർമ്മം അത് സംഭവിച്ചത് എങ്ങനെ, എന്തുകൊണ്ട് എന്നതിലേക്ക് മാറുന്നതോടെ ഫ്രെയിമിങ്ങിന് പഴുതുണ്ടാകുന്നു. വിമാനാപകട വാർത്തയിൽ ഈ മാറ്റം വരുന്നത് ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് വന്നതോടെയാണ്. വിമാനം നിലം വിട്ട് ഉയർന്ന ഉടനെയായിരുന്നു അപകടം. അപ്പോൾ ചോദ്യം, പിഴവ് പൈലറ്റിനോ അതോ യന്ത്രത്തിനോ? ഇന്ധന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫായി. ഓഫായതോ അതോ ഓഫാക്കിയതോ? ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിച്ചു, എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന്. ഞാൻ ചെയ്തില്ല എന്ന് മറുപടി. ക്യാപ്റ്റൻ സുമീത് സഭർവാൾ, ക്ലൈവ് കുന്ദർ എന്നിവരിൽ ആരാണ് ചോദിച്ചത്, ആരാണ് മറുപടി പറഞ്ഞത് എന്നൊന്നും വ്യക്തമല്ല. എന്നാൽ ഫ്രെയിമിംഗ് തുടങ്ങിയിരുന്നു. പൈലറ്റുമാരുടേതാണ് കുഴപ്പം എന്ന് തീർത്ത് പറയാൻ തെളിവില്ല. എന്നിട്ടും അങ്ങനെയൊരു ആഖ്യാനം രൂപപ്പെട്ടു വന്നു. പൈലറ്റുമാരുടെ സംഭാഷണം മുഴുവനായി പുറത്തു വന്നോ എന്ന് പോലും സംശയമാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ബാക്കി. കണ്ടെത്തലുകൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ലേ എന്ന സംശയവും ബാക്കി. ചിലത് മൂടിവെക്കുന്നുണ്ടോ എന്ന് തോന്നാൻ ന്യായമുണ്ട്. യന്ത്ര തകരാറാണ് കാരണം എന്ന് വന്നാൽ ബോയിങ് അടക്കമുള്ള വിമാന കമ്പനികളാണ് പ്രതിക്കൂട്ടിലാവുക. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വ്യോമയാന ഡയറക്ടർ ജനറൽ DGCA ബോയിങ് വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ചുകൾ മുഴുവൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടു. ഇത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയോ അതോ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലിൻ്റെ തുടർച്ചയോ? കോടികളുടെ ബിസിനസ്സാണ് വിമാന നിർമ്മാണം. കമ്പനികൾക്ക് തെറ്റുപറ്റിയാൽ അക്കാര്യം പുറത്തു വരിക പ്രയാസം. ഇവിടെ വിചിത്രമായ ഒന്നുകൂടി സംഭവിച്ചു. മലയാള മനോരമയിൽ ഏവിയേഷൻ വിദഗ്ധൻ സഞ്ജയ് ലാസർ പറയുന്നു, സ്വിച്ച് ലോക്കിംഗ് സംവിധാനത്തിൻ്റെ തകരാറ് സാധ്യത AAIB അന്വേഷകർ പരിഗണിച്ചില്ലത്രേ. മാത്രമല്ല, ഇന്ത്യയിൽ അറിയും മുൻപേ അമേരിക്കൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ, പ്രത്യേകിച്ച് പൈലറ്റുമാരെ പറ്റിയുള്ളത് പുറത്തു വന്നു. ഇത് അസ്വാഭാവികമാണ്. അപ്പോൾ വാർത്ത ഫ്രെയിം ചെയ്യാൻ പഴുത് ബാക്കി നിൽക്കുന്നു. സീനിയർ പൈലറ്റിന് വിഷാദരോഗമുണ്ടായിരുന്നു, മാനസികാരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള സൂചന പരന്നു. വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന US പത്രം പറഞ്ഞു, സീനിയർ പൈലറ്റിലേക്ക് അന്വേഷണ മുന എന്ന്. 2017 മുതൽ നടന്ന 5 വിമാനാപകടങ്ങളിലും AAIB അന്വേഷണം പൈലറ്റുമാരിലാണ് കുറ്റം കണ്ടത്. ഇത് പൈലറ്റുമാരിൽ അമർഷമുണ്ടാക്കിയത് സ്വാഭാവികം. സീനിയർ പൈലറ്റാണ് ഇന്ധന സ്വിച്ച് ഓഫാക്കിയത് എന്ന നിഗമനം മാത്രമല്ല ഉള്ളത്. ബ്രിട്ടനിലെ ഡെയിലി മിറർ എന്ന ടാബ്ലോയിഡ് പത്രത്തിൻ്റെ വാർത്താ ഫ്രെയിമിംഗ് അതിനപ്പുറത്തേക്ക് കടന്നു. 2 പൈലറ്റുമാർക്ക് പുറമെ മൂന്നാമതൊരാൾ കോക്പിറ്റിൽ ഉണ്ടായിരുന്നോ എന്ന്. യന്ത്ര തകരാറിനെ തള്ളി മറ്റ് അപായ സാധ്യതകളിലേക്കാണ് ഊന്നൽ. അന്വേഷണ റിപ്പോർട്ട് സംശയങ്ങൾ നീക്കാത്തിടത്തോളം കാലം ഊഹങ്ങൾ പരക്കും, ആഖ്യാനം ചമയ്ക്കാൻ പറ്റിയ സാഹചര്യം. ഇങ്ങനെയൊക്കെയാണ് വിമാനാപകടത്തിലെ ഫ്രെയിമിംഗ് പോകുന്നതെങ്കിൽ നിമിഷപ്രിയ വാർത്തകളിൽ കുറ്റം ആരുടേത് എന്നതല്ല, ക്രെഡിറ്റ് ആർക്ക് എന്നതിലാണ് ഫ്രെയിമിംഗ്. യമനിൽ ജോലി ചെയ്തിരുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയ യമൻ പൗരനെ വധിച്ചെന്ന കേസിൽ ശിക്ഷാർഹയെന്ന് വിധി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് സർക്കാരിൻ്റെ ഇടപെടൽ തേടി കർമ്മസമിതി സുപ്രീം കോടതിയെ സമീപിച്ചു.
സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പക്ഷേ പരിമിതികളുണ്ട്. ഫലത്തിൽ സർക്കാർ നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. സർക്കാർ കൈയൊഴിഞ്ഞു. എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനിലെ പണ്ഡിതനുമായി ബന്ധപ്പെട്ട് വേറെ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഈ ശ്രമം നിഷ്ഫലമായെന്ന ധാരണയ്ക്ക് പിന്നാലെ മറ്റൊരു ശ്രമത്തിൽ താൽക്കാലിക ഫലമുണ്ടായതായി വാർത്ത വന്നു. നിശ്ചയിച്ചിരുന്ന വധശിക്ഷ കോടതി നീട്ടിവെച്ചു. പ്രത്യാശയുടെ വാർത്തകൾ. കാന്തപുരത്തിൻ്റെ ഇടപെടൽ തൽക്കാലത്തേക്കാണെങ്കിലും ഫലം കണ്ടു. വധശിക്ഷ മാറ്റിവെച്ചു. പിന്നെയും വന്നു വാർത്ത കാന്തപുരത്തിനൊപ്പം ചാണ്ടി ഉമ്മൻ MLA കൂടി ഇടപെട്ടതിൻ്റെ വാർത്ത. മുന്നിൽ നിന്നത് ചാണ്ടി ഉമ്മൻ എന്ന്. ആശ്വാസകരം കാന്തപുരത്തിൻ്റേത്. ഇടപെടൽ ഫലം കണ്ടു. തുണയായത് കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ. കാന്തപുരത്തിന് അഭിനന്ദന പ്രവാഹം. വിവാദ പുരോഹിതൻ എന്ന തലക്കെട്ടിൽ കാന്തപുരത്തെപ്പറ്റി ഔട്ട്ലുക്കിൽ ലേഖനം. തീർന്നില്ല, ക്രെഡിറ്റുകൾ വേറെയുമുണ്ട്. നിർണായകം ചാണ്ടി ഉമ്മൻ ഗവർണർ കൂടിക്കാഴ്ച. യമനിൽ യോഗം. നിർണായകം കാന്തപുരത്തിൻ്റെ ഇടപെടൽ. മതഭേദമില്ലാതെ സഹായ സന്നദ്ധത കാട്ടുന്ന മലയാളിക്കും കിട്ടി ക്രെഡിറ്റ്. വിധിയെ തടഞ്ഞ കേരള സ്റ്റോറി. കേരളത്തെപ്പറ്റി വിദ്വേഷ നുണ പരത്തിയ സിനിമയ്ക്കൊരു മറുപടി. ഇത്രയുമായപ്പോൾ വരുന്നു ഒരു മറു ആഖ്യാനം. കർമ്മസമിതിയുടേതായി ജനം TV-യുടെ പേരിൽ വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. ഒരു മതനേതാവിൻ്റെയും ഇടപെടലില്ല എന്ന്. എല്ലാ ചർച്ചകളും യൂണിയൻ സർക്കാർ തലത്തിലാണ് നടന്നതെന്ന്. എങ്ങനെയുമാവട്ടെ, വിദേശ ജയിലുകളിലും ഇന്ത്യൻ ജയിലുകളിലുമായി കഴിയുന്ന നിരപരാധികളെ അടക്കം മോചിപ്പിക്കാൻ സർക്കാർ അനങ്ങുമോ? പൗരന്മാരോട് കനിവ് കാട്ടുമോ? അതോ നിർണായക ഘട്ടത്തിൽ കൈമലർത്തുമോ? മാധ്യമ ശ്രദ്ധയിൽ നിറയുന്ന സംഭവങ്ങളിൽ കാട്ടുന്ന താൽപ്പര്യം ഇങ്ങനെയൊന്നും ആളുകൾ അറിയാതെ ദുരിതങ്ങളിൽപ്പെട്ട് കഴിയുന്നവർക്ക് നേരെയും ഉണ്ടാകുമോ?